മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ട്. വി ഡി സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭാ യോഗമാണ്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ മന്ത്രിമാർക്ക് ഈ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലും സ്വന്തം വകുപ്പുകൾ എന്ത് എന്നറിയാതെ പങ്കെടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. കോൺഗ്രസ്സിൽ മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിൽ മന്ത്രി വകുപ്പുകൾ വിഭജിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് യോഗം അംഗീകാരം നൽകും. മറ്റു ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളയിലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമൊക്കെ ഉണ്ട്. അത് റദ്ദാക്കണം എന്ന് ഇന്നലെ കേരളയിൽ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റണമെന്ന് അടക്കമുള്ള ആവശ്യമാണ്. അത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. സാമ്പത്തികമായി ബന്ധപ്പെട്ട് ധവളപത്രം പുറത്തിറക്കുക എന്നതിലും തീരുമാനമുണ്ടാകും. വി അരുൺ വിവരങ്ങളുമായി ചേരുമാരോട് എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴേക്ക് വിജ്ഞാപനം ഇറങ്ങും? ഏതാണ്ട് തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ വകുപ്പുകൾ സംബന്ധിച്ച്? മന്ത്രിസഭാ യോഗം 10:30-ക്കാണ്. ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ 9:30-ക്ക് ആരംഭിക്കും. അതിനുവേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ലോക് ഭവനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ സത്യപ്രതിജ്ഞ ശേഷമാകും മന്ത്രിസഭാ യോഗത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുക. 10:30-ക്കാണ് മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഈ വകുപ്പുകളുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയേക്കുമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ലോക് ഭവനിലേക്ക് പോയപ്പോൾ ആ പട്ടികയുമായാണ് പോയത്. അതായത് തൽക്കാലത്തേക്ക് ഒരു സമവായ വഴിയിലൂടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കൈമാറിയേക്കാം. മുഖ്യമന്ത്രി ഗവർണറെ കണ്ടിറങ്ങുമ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാകും. 10:30-ക്ക് വാർത്താ സമ്മേളനം, അതിനുശേഷം വകുപ്പുകൾ സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങും. ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയും അക്കാര്യം വ്യക്തമാക്കുമായിരിക്കും. എന്താണ് ഒരു അവസാനവട്ട സെറ്റിൽമെന്റ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഫിഷറീസ് ആർക്ക് വിട്ടുകൊടുത്തു എന്നാണ് ഇനി അറിയേണ്ടത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, ലീഗിന് തിരിച്ചു കൊടുക്കുന്ന കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും 10:30-ഓടുകൂടി മന്ത്രിസഭാ യോഗം ആരംഭിക്കും. സഭായോഗം ഇപ്പോൾ ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് പ്രോടൈം സ്പീക്കറായി ജി സുധാകരനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നാളെയാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. അവിടെ ജി സുധാകരനാണ് MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ അരുൺ? അരുണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജി സുധാകരനുമൊക്കെ ലോക് ഭവനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതുതന്നെയാണ് രഞ്ജിത്ത്. 9:30-ക്കാണ് പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജി സുധാകരന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതൊരു ചെറിയ ചടങ്ങ് മാത്രമാണ്. അദ്ദേഹമാകും നാളെ നിയുക്ത MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് പ്രോട്ടേം സ്പീക്കർ ആകേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിണറായി വിജയനും ജി സുധാകരനും ഒക്കെയാണ് ഈ മുതിർന്ന അംഗങ്ങൾ. അതിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. തിരുവഞ്ചൂർ സ്പീക്കറായി മത്സരിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ജി സുധാകരനിലേക്ക് ആ ദൗത്യം എത്തിയത്. ഏതായാലും നാളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും നാളെയും അതുപോലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകളും നടക്കുക. സമയത്തിനകം അദ്ദേഹം പ്രോട്ടേം സ്പീക്കറായി ചുമതല ഏറ്റെടുക്കും. ലോക് ഭവനിൽ ഗവർണർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ ഈ സത്യപ്രതിജ്ഞ സാക്ഷികളാകാൻ അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം ഇന്ന് 10:30-ക്ക് ചേരും. ഇപ്പോൾ അവിടെ പ്രോട്ടേം സ്പീക്കറിന്റെ ചടങ്ങുകൾ നിയമിക്കുന്ന ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, നമുക്ക് ആ ചടങ്ങ് ആരംഭിക്കുമ്പോഴത്തേക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു.